ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അജിത് കുമാർ കോപ്പറേറ്റീവ് എഡ്യൂസോണിൻ്റെ CSEB PSC സമഗ്ര പരിശീലന പരിപാടിയുടെ 4ാമത് എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മുടെ കഴിഞ്ഞ 3 എപ്പിസോഡുകൾക്ക് വൻ സ്വീകാര്യതയാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിരവധി ഉദ്യോഗാർത്ഥികൾ കമന്റ് ബോക്സ് വഴിയും നേരിട്ടും ഞാനുമായി ബന്ധപ്പെട്ട് അവരുടെ ചരിതാർത്ഥ്യം, സന്തോഷം ഇത്തരണത്തിൽ എന്നെ അറിയിച്ചിട്ടുണ്ട്. അവർക്കേവർക്കും എൻ്റെ ഹാർദമായ നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇത് ഏറെ പ്രയോജനകരമായിരിക്കുന്നു എന്നറിയുന്നതിൽ അതീവ സന്തുഷ്ടനുമാണ് ഞാൻ. എന്തായാലും ഇന്ന് കൂടുതൽ സമയം കളയുന്നില്ല, സ്ട്രേറ്റ് അവേ ടു അവർ ഫസ്റ്റ് സെഷൻ കോപ്പറേറ്റീവ് ലാ ഇൻക്ലൂഡിംഗ് ലേറ്റസ്റ്റ് അമെൻഡ്മെന്റിന്റെ പ്രോബബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക്. ഇന്നത്തെ 1ാമത്തെ ചോദ്യം സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. നമ്മുടെ ആക്ട് ആൻഡ് റൂൾസിലെ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന സംഗതി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഈസ് ക്ലിയർലി ഡിസ്കസ്ഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് കേസസ് ആക്ട് 1969. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചോദിച്ചതാണ്. സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. നമ്മൾ അതിൽ വരുന്ന ഒരു അമെൻമെന്റിന്റെ ഭാഗമാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യമായിട്ട് സംസാരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. Registrar may authorize dash under his control for the supervision of apex, central, federal and all other cooperative societies. Registrar may authorize dash. അപ്പോ നമ്മൾ ആഡിറ്റിൽ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷനിലും ഇപ്പോൾ ഒരു ഭേദഗതി വന്നിരിക്കുന്നു. ഇനി ഇൻഡിപെൻഡന്റ് സൂപ്പർവിഷൻ അല്ല, ടീം സൂപ്പർവിഷനാണ്. അപ്പൊ ടീം ഓഫ് സൂപ്പർവൈസേഴ്സ്, അതാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടുന്ന സംഗതി. ടീം ഓഫ് സൂപ്പർവൈസേഴ്സ്, ടീം ഓഫ് ഓഫീസേഴ്സ്. സൂപ്പർവിഷൻ ടീമാണ്, ആഡിറ്റ് ടീം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ 66ലും ഒരു ടീമിനെ അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 1ാമത്തെ ചോദ്യം, രജിസ്ട്രാർ മേ അപ്പോയിന്റ് ഡാഷ് ഫോർ ദ ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് അപെക്സ്, സെൻട്രൽ, ഫെഡറൽ ആൻഡ് ഓൾ അതർ ടൈപ്സ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Then to ക്വസ്റ്റ്യൻ നമ്പർ 2. ചോദ്യം ഇതുമായി കണക്റ്റഡ് ആണ്. 66 സെക്ഷൻ 66 2Bയിൽ വന്നിരിക്കുന്ന ഒരു ഭേദഗതിയിൽ സാധ്യതയുള്ള ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ടൈം ലിമിറ്റ് ആണ്. ഇങ്ങനെ ഒരു സൂപ്പർവിഷൻ ഇൻസ്പെക്ഷൻ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള സംഘങ്ങളിൽ നടത്തി കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, ബന്ധപ്പെട്ട സംഘങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എത്ര ദിവസത്തിനുള്ളിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ നൽകേണ്ടത്? അതാണ് നമ്മുടെ ചോദ്യം നമ്പർ 2. അപ്പൊ എന്താ ചോദ്യം? The inspection report shall be communicated to the concerned society or society concerned within a period of dash. എത്ര ദിവസത്തിനുള്ളിൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട സംഘത്തിന് നൽകിയിരിക്കണം? ആസ് പെർ സെക്ഷൻ 66 2B. 66 2B 2B അനുസരിച്ച് ഇൻസ്പെക്ഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട സംഘത്തിന് നൽകിയിരിക്കണം? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്നും കോംപ്ലിക്കേറ്റഡ് അല്ല, ദിവസമാണ് അതിന്റെ ടൈം ലിമിറ്റ്. വിതിൻ 30 days, അതാണ് ആൻസർ. വിതിൻ 30 days. അപ്പൊ ഇൻസ്പെക്ഷൻ നടന്നു കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട സംഘത്തിന് നൽകിയിരിക്കണം. ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ നമ്പർ 2. എന്താണ് ചോദ്യം? ഉത്തരം പെട്ടെന്ന് പറഞ്ഞേ. ദ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഓർ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ society concerned, either it may be apex or primary or central society, whatever it may be, shall be communicated to the society concerned within 30 days. Okay, then to question number 3. ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് ഒരു ഉത്തരവാദിത്വം അവിടെ തുടങ്ങുന്നു. അവരുടെ ഉത്തരവാദിത്വം അവിടെ ജനറേറ്റ് ചെയ്യുന്നു. എന്താണ് ഉത്തരവാദിത്വം? ഇങ്ങനെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മേലുള്ള ഒരു കംപ്ലയൻസ് റിപ്പോർട്ട് RCSന് മുന്നാകെ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഈ കംപ്ലയൻസ് റിപ്പോർട്ട് എത്ര ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അതും ഒരു ടൈം ലിമിറ്റിന് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 45 days ആണ് അതിന്റെ ആൻസർ. അപ്പോ the managing committee concerned shall obligated to file a complaints report before the RCS within a period of 45 days. അതാണ് നമ്മുടെ ചോദ്യവും ഉത്തരവും. കംപ്ലൈൻസ് റിപ്പോർട്ട് സൂപ്പർവിഷൻ മേലുള്ള ഇൻസ്പെക്ഷൻ മേലുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ അത് RCSന് മുന്നാകെ ഫയൽ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് അവർ 3rd ക്വസ്റ്റ്യൻ. Then to question number 4. നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ 66C അതില് സബ് സെക്ഷനായി വരുന്ന 2.
സെക്ഷൻ 66(c)(2) വരുന്ന ഒരു ഭേദഗതിയിൽ സാധ്യതയുള്ളൊരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ നമ്മൾ എടുത്തു പുറത്തേക്കിടുക. അതായത് ഏതൊരു സംഘവും അതിൻ്റെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് സംബന്ധിച്ച ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് സഹകരണ സംഘം രജിസ്ട്രാർ മുന്നാകെ ഫയൽ ചെയ്തിരിക്കണം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ obligated to submit a detailed report on credit activities of society within a stipulated time period. ഇനി അതിലെന്തെങ്കിലും ഫെയിലുവർ അല്ലെങ്കിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് പണിഷബിൾ ആണ്. ആ പണിഷ്മെന്റ് തുക എത്ര? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്, സംഘത്തിന്റെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഫൈൻ എത്ര രൂപ ഫൈൻ അടയ്ക്കണം? ആ ഫൈൻ ഇപ്പൊ പുതുതായി വന്ന ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഫൈൻ 10,000 രൂപയാണ്, 10,000 rupees. In this case, registrar shall have the power to impose a fine not exceeding 10,000 rupees. That is the answer. ടൈമിലി ക്വാർട്ടർലി റിപ്പോർട്ട് ഓൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി കൺസേൺ ഷാൽ ബി പണിഷബിൾ ഫോർ an amount of rupees dash. അതാണ് നമ്മുടെ ചോദ്യം. 10,000 rupees ആയിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, ദെൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. ചോദ്യം സർചാർജുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഭേദഗതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ്. സർചാർജിന്റെ സെക്ഷൻ ആദ്യം തന്നെ ഓർത്തു വയ്ക്കൂ, ചിലപ്പോൾ അതായിരിക്കാം ചോദിക്കുക. സർചാർജ് ഈസ് ഡിഫൈൻഡ് ഓർ എക്സ്പ്ലെയിൻഡ് ഇൻ സെക്ഷൻ 68. 68 സർചാർജ് എന്നാണ് പറയുക. 65 എൻക്വയറി എന്ന് പറയും പോലെ 68 സർചാർജ് എന്നാണ് പറയുക. അപ്പൊ സർചാർജ് പ്രകാരം ഒരു സംഘത്തിന് ലോസ് ഉണ്ടായി, ഡാമേജ് ഉണ്ടായി, സാമ്പത്തിക നഷ്ടമുണ്ടായി, അങ്ങനെ വന്നാൽ ബന്ധപ്പെട്ട ആള് അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. അതാണ് ആ സംഘത്തിനുണ്ടായ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യണം വിത്ത് ഇൻട്രസ്റ്റ്. മണി ലോസ്, ഇൻട്രസ്റ്റ്, പിന്നെ വരുന്ന കോമ്പൻസേഷൻ പാർട്ട് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്? ആ ടൈം നേരത്തെ സ്പെസിഫൈഡ് അല്ലായിരുന്നു, അതങ്ങ് അനിശ്ചിതമായിട്ട് നീണ്ടുപോകുന്ന ഒരു സാധനമായിരുന്നു. കോമ്പൻസേഷൻ പീരീഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അതാണല്ലോ ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല, കൃത്യമായിട്ട് സർചാർജിന്മേലുള്ള കോമ്പൻസേഷൻ എത്ര ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5. മറ്റൊന്നുമല്ല, 60 days, 2 മാസം, 60 ദിവസം സർചാർജിന്മേലുള്ള കോമ്പൻസേഷൻ, തിരിച്ചടവ് 2 മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട പാർട്ടി ചെയ്തിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു ഭേദഗതി. അതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. അപ്പൊ എന്താണ് ചോദ്യം, എന്താണ് ഉത്തരം? Where the money, property or interest due to the cooperative society clearly reveals as per section 68 surcharge, the party has to be compensated within dash days. The party concerned has to be compensate the amount within dash days. അതാണ് നമ്മുടെ ചോദ്യം. വിതിൻ 60 days. അതാണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണ് ചോദ്യം, ക്ലിയർ ആണ് ഉത്തരം. ദെൻ സ്ട്രേറ്റ് അവേ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. ഇനി നമ്മുടെ 6th ചോദ്യം വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് തന്നെയാണ്. അത് ഇതുമായി കണ്ടിന്യൂസ് വരുന്ന സെക്ഷൻ 68B വരുന്ന ഒരു അഡീഷനാണ്, പുതിയ ഒരു ഭേദഗതിയിലെ അഡീഷനാണ് സെക്ഷൻ 68B. അതിൽ രജിസ്ട്രാറുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ പവറാണ്, പവർ ഓഫ് RCS or registrar as the case may be to deal with these irregularities. ഇത്തരം ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ കുഴപ്പങ്ങൾ സംഘത്തിൽ കണ്ടുപിടിച്ചാൽ ശേഷം RCSന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് അധികാരം പറയുന്നതാണ് 68B പറയുന്നത്. എന്താണ് അവരുടെ അധികാരം? ഏതൊക്കെ നിയമത്തിന് കീഴിൽ വരുന്ന കറപ്ഷൻ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് ആണ് വിജിലൻസിന് അല്ലെങ്കിൽ പോലീസിന് അല്ലെങ്കിൽ ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് റെഫർ ചെയ്യേണ്ടതാണ്. RCSും സർക്കാരും റെഫർ ചെയ്യേണ്ടത് ഏതൊക്കെ നിയമത്തിന് കീഴിൽ വരുന്ന ഇറഗുലാരിറ്റീസ് ആണ്, ലോസ് ആണ്. അതാണ് എന്റെ ചോദ്യം. അപ്പൊ the laws sustained to the society reveals as per section 68 shall be communicated or sent to the bodies concerned as per 2 laws dash and dash. അതാണ് നമ്മുടെ ചോദ്യം. ഏതൊക്കെയാണ് 2 നിയമങ്ങൾ? ഏത് നിയമങ്ങൾക്ക് കീഴിൽ വരുന്ന കറപ്ഷൻസ് ആണ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്കും പോലീസിനോ അല്ലെങ്കിൽ വിജിലൻസിനോ കൈമാറേണ്ടുന്നതും ആസ് പെർ സെക്ഷൻ 68B? അല്ല, ഇന്ത്യൻ പീനൽ കോഡ് IPC 1860, 1860 IPC, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഓഫ് 1988. ഈ 2 കേസിൽ വരുന്ന ലോ സസ്റ്റെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളാണ് പോലീസിനോ വിജിലൻസിനോ ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്കോ അറിയിക്കേണ്ടത്. അപ്പൊ ചോദ്യം, ഉത്തരം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു.
The law sustained to the society revealed as per section 68 shall be communicated to the police or vigilance which comes under the 2 act dash and dash. What are the act? അതാണ് എന്റെ ചോദ്യം. 2 ആക്ടിന് കീഴിൽ വരുന്ന കാര്യങ്ങളിൽ മേലുള്ള ലോസ്. ഏത് ആക്ടാണ്? IPC 1860 അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഓഫ് 1988. ചോദ്യം മനസ്സിലായി, ഉത്തരവ് മനസ്സിലായി. വെരി ഇമ്പോർട്ടന്റ് ആണ്, മറക്കണ്ട, ഓർത്തു വയ്ക്കും. Then to question number 7. ഈ അഴിമതി നിരോധന നിയമം 1988 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഓഫ് 1988 പ്രകാരമുള്ള കേസസ് ബന്ധപ്പെട്ട ബോഡിക്ക് റെഫർ ചെയ്യാനുള്ള അധികാരം, പവർ ആർക്കാണ്? അതാണ് എന്റെ 7ാമത്തെ ചോദ്യം. വെരി ഇമ്പോർട്ടന്റ് അല്ലേ? ഡാഷ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു റെഫർ ദ കേസസ് കമ്മിങ് അണ്ടർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഓഫ് 1988. ഈ ബോഡിയിലേക്ക് കേസസ് റെഫർ ചെയ്യാനുള്ള അധികാരി ആര്? വേറെ ആരാ? സർവ അധികാരിയല്ലേ? RCS, Registrar of Cooperative Society, shall have the right, shall have the power to refer these cases coming under Prevention of Corruption Act of 1988. ചോദ്യം ക്ലിയർ, ഉത്തരവും ക്ലിയർ. RCS ആണ് അധികാരി. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഓഫ് 1988 പ്രകാരം ബന്ധപ്പെട്ട ബോഡിയിലേക്ക് കേസസ് റെഫർ ചെയ്യാനുള്ള അധികാരി RCS. മറക്കണ്ട, എവിടെങ്കിലും ചോദിക്കും, അത് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇതങ്ങ് മനസ്സിലോട്ട് കയറ്റിക്കോ. ഇനി ഇതുമായി കണക്ട് ചെയ്ത് വരുന്ന 8ാമത് മറ്റൊരു ചോദ്യം, അത് മറ്റൊന്നുമല്ല, ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഓഫ് 1988 സാധാരണ കമ്മിറ്റി അംഗങ്ങൾ കാണിക്കുന്ന അഴിമതി, സാധാരണ ഓഫീസേഴ്സ് കാണിക്കുന്ന അഴിമതി, ഇവയാണ് RCS അതിന് അധികാരമുള്ളത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ചീഫ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും സംഘങ്ങളിൽ. അതിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ഗവൺമെന്റ് ആയിരിക്കും, RCS അല്ല. അങ്ങനെ വരുന്ന കേസിൽ ഇവർക്കെതിരെ ഈ ബോഡിയിലേക്ക് കേസ് റെഫർ ചെയ്യാനുള്ള അധികാരി ആര്? RCS അല്ല. പക്ഷെ ഓപ്ഷനിൽ RCS ഒക്കെ ഉണ്ടാവും. നമ്മൾ ഓപ്ഷൻ ഒന്നും പഠിക്കുന്നില്ലെന്ന്, നമ്മൾ ഓപ്ഷൻ പഠിച്ച് തെറ്റുണ്ടെന്ന്. നമ്മൾ ഗവൺമെന്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി എങ്കിൽ അതിന്റെ അധികാരി സർക്കാർ ആയിരിക്കും. സർക്കാരിന് വേണ്ടി ആരാ ചെയ്യുക? സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് സഹകരണ വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി ആയിരിക്കും ചീഫ് എക്സിക്യൂട്ടീവിന്മേലുള്ള ഇത്തരം കേസ് അഴിമതി നിരോധന കമ്മീഷനിലേക്ക് റെഫർ ചെയ്യാനുള്ള അധികാരി, നോട്ട് RCS. ഇവിടെ ഗവൺമെന്റ് സെക്രട്ടറി കോർപ്പറേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ 8ാമത് ചോദ്യവും ഉത്തരവും. ഓക്കെ, ഇനി 9ാമത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം സെക്ഷൻ 14B പ്രകാരം പുതിയ ഒരു സംവിധാനമുണ്ട്. പാർട്ണർഷിപ്പുകൾ തുടങ്ങാനുള്ള ഒരു അധികാരമുണ്ടെന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സഹകരണ സ്ഥാപനങ്ങൾക്ക് പാർട്ണർഷിപ്പുകൾ ആരംഭിക്കാം. അങ്ങനെ തുടങ്ങുന്ന പാർട്ണർഷിപ്പിന്റെ അംഗങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായാൽ, ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫോംഡ് ആസ് പെർ സെക്ഷൻ 14B പ്രകാരം രൂപീകരിക്കപ്പെടുന്ന പാർട്ണർഷിപ്പിന്മേലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകളാണെങ്കിൽ അത്തരം ഡിസ്പ്യൂട്ടിൽപ്പെട്ട മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൽ ബി ഫൈൽഡ് ഇൻ വിച്ച് ബോഡി ഡാഷ്. ഏത് ബോഡിയിലാണ് ഇത്തരം കേസുകൾ റെഫർ ചെയ്യേണ്ടത്? 14B പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന പാർട്ണർഷിപ്പിൽ വരുന്ന അംഗങ്ങൾ തമ്മിലുള്ള തർക്കം, ഡിസ്പ്യൂട്ട്. അങ്ങനെ തർക്കങ്ങൾ വന്നാൽ അത് റെഫർ ചെയ്യണം. അവിടെ നോക്കും മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ. കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഏത് പ്രകാരം റെഫർ ചെയ്യുന്നു? സെക്ഷൻ 70A. ഇതിലൊക്കെ കുറെ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ ഒരുമിച്ച് പറഞ്ഞു, ഒരു ചോദ്യം മാത്രം ഇവിടെ ഹൈലൈറ്റ് ചെയ്തു. ബാക്കി ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പം പറയരുത്. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയുന്നത്. സെക്ഷൻ 14B ഞാൻ പറഞ്ഞു, സെക്ഷൻ 70A ഞാൻ പറഞ്ഞു. ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ വരുന്ന നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്, സാമ്പത്തികമല്ലാതെ വരുന്ന ഡിസ്പ്യൂട്ടുകൾ എവിടേക്കാണ് പോകേണ്ടത്? അതാണ് ചോദ്യം. അപ്പോ ഇത്തരത്തിൽ വരുന്ന നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്, സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത തർക്കങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ പോകേണ്ടത് കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. തെറ്റിക്കണ്ട. കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഫോംഡ് ആസ് പെർ സെക്ഷൻ 70A 70A പ്രകാരം വരുന്ന കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്ക് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ. അതാണ് നമ്മുടെ ചോദ്യം നമ്പർ 9. വെരി ഇമ്പോർട്ടന്റ്. ദെൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 10. ഇവിടെ അതിന്റെ അടുത്ത ഭാഗമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. 10ാമത് ചോദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ 14B പ്രകാരം രൂപീകരിക്കുന്ന പാർട്ണർഷിപ്പിൽ വരുന്ന മെമ്പേഴ്സ് തർക്കം, ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യുന്നു. ഇവിടെ കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അവിടെ നിൽക്കട്ടെ, അതല്ല. ഇവിടെ മോണിറ്ററി ഡിസ്പ്യൂട്ടിനാണ് പ്രധാനം. സാമ്പത്തിക തർക്കങ്ങൾ വന്നാൽ ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു മോണിറ്ററി ആസ്പെക്ട്സ്, മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ട് ഷാൽ ബി റെഫേർഡ് ടു RCS. മനസ്സിലായല്ലോ? അപ്പോ മോണിറ്ററി ഡിസ്പ്യൂട്ട് arises between the members of a partnership formed as per section 14B shall be referred to dash. അതാണ് ചോദ്യം.
referred to RCS. അതാണ് ഉത്തരം. ചോദ്യവും ഉത്തരവും മനസ്സിലായല്ലോ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ shall be referred to cooperative arbitration court formed as per section 70A. ഇനി മോണിറ്ററി ഡിസ്പ്യൂട്ട് shall be referred to RCS. വെരി ഇമ്പോർട്ടന്റ് ഡിസ്റ്റിങ്ഷൻ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ചോദ്യം കിട്ടിയിരിക്കും. ഇനി ചോദ്യം നമ്പർ 11. നമ്മളിപ്പോ പറഞ്ഞ 14B പ്രകാരമുള്ള പാർട്ണർഷിപ്പിന്റെ തർക്കങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ വന്നാൽ അത് റെഫർ ചെയ്യേണ്ട ബോഡികൾ ഏതാണെന്ന് നമ്മൾ കൃത്യമായി തരംതിരിച്ചു പറഞ്ഞു. ഇനി ഇവിടെ ഒരു സെന്റൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം, ഈ ഒരു അമെൻമെന്റ് വരുന്നുണ്ട്. മറ്റു കോടതികൾക്കൊന്നും തന്നെ ഇത്തരം കേസസ് റെഫർ ചെയ്യാനോ എന്റർടൈൻ ചെയ്യാനോ കേൾക്കാനോ ഉള്ള അധികാരമില്ല. അധികാര പരിധി നമ്മൾ ഈ പറഞ്ഞ രണ്ട് ബോഡിക്ക് മാത്രം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ഈ കേസും വലിച്ചുകൊണ്ട് മറ്റ് കോടതികളിലേക്ക് തർക്ക വിദ്വാൻമാർ പോകാൻ സാധ്യതയുണ്ട്. അവർ കേൾക്കില്ല, കാരണം നിയമത്തിൽ പറയുന്ന ഇതാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് മറ്റു കോടതിക്ക് ഈ കേസുകൾ കേൾക്കാൻ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയുന്ന ഏത് സെക്ഷനിലാണ്? ഇതാണല്ലോ, അതെവിടെ പറയുന്നു എന്നാണല്ലോ ചോദ്യം. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതെവിടെ പറയുന്നു നിയമത്തിൽ എന്നാണല്ലോ ചോദ്യം. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് explained detailed in section 69J. നിങ്ങൾക്കൂടെ കാണാം 69J. 69J പ്രകാരമാണ് മറ്റു കോടതികൾക്ക് ഈ കേസ് എന്റർടൈൻ ചെയ്യാനുള്ള അധികാരം ഇല്ല എന്ന് പറയും. ഏത് കേസ്? 14B പ്രകാരമുള്ള പാർട്ണർഷിപ്പിൽ വരുന്ന ഡിസ്പ്യൂട്ടുകൾ മോണിറ്ററി ആയാലും നോൺ മോണിറ്ററി ആയാലും നമ്മൾ ഈ പറഞ്ഞ രണ്ട് ബോഡി മാത്രമേ കേൾക്കൂ. മറ്റു കോടതികൾക്ക് ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 69Jയിലാണ്. പറഞ്ഞു വച്ചു കൊടുക്കുക, പിന്നൊരു ചോദ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇനി സെക്ഷൻ 70 ഒരു സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇതിന് പണ്ട് സമയപരിധി ഒന്നുമില്ല. അപ്പോൾ ഇപ്പൊ കൃത്യമായിട്ട് ഇതിനൊരു ടൈം ലിമിറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് നമ്മളുടെ 12ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ദ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഷാൽ ബി സെറ്റിൽഡ് വിതിൻ ഡാഷ് ടൈം പീരീഡ്. ഒരു ഡിസ്പ്യൂട്ട് മോണിറ്ററി നേച്ചറിലുള്ളതാണെങ്കിൽ അത് എത്ര കാലത്തിനുള്ളിൽ സെറ്റിൽ ചെയ്തിരിക്കണം? അത് അനിശ്ചിതമായിട്ട് ഈ തർക്കം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്നതല്ല. ഇപ്പോ നമ്മുടെ ഭേദഗതിയിൽ അതിനൊരു ടൈം ലിമിറ്റ് വന്നിരിക്കുന്നു. ഷാൽ ബി സെറ്റിൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year ഇൻ ദ കേസ് ഓഫ് മോണിറ്ററി ഡിസ്പ്യൂട്ട്. മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ കേസിൽ ഒരു വർഷത്തിനകം അതിന്മേൽ സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കണം, അവാർഡ് അല്ലെങ്കിൽ ഡിസിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റം. അപ്പൊ ചോദ്യവും ഉത്തരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്പ്യൂട്ട് മോണിറ്ററി നേച്ചറിലുള്ളതാണെങ്കിൽ disputes relating to monetary nature shall be settled within a period of dash, within a period of 1 year. പരമാവധി ഒരു വർഷത്തിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചിരിക്കണം. That is our 12th question and straight away to question number 13. ഇനി 13ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ ആർബിട്രേഷൻ കോടതി ഉണ്ടല്ലോ, ഈ ആർബിട്രേഷൻ കോടതിയുടെ ജഡ്ജ്, അതിന് നമ്മൾ ജഡ്ജ് എന്നല്ല പറയുക, അതിന് നമ്മൾ പറയുക പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ്. അതിന് തസ്തികയ്ക്ക് എങ്ങനെ പറയുക? അപ്പൊ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ആർബിട്രേഷൻ കോർട്ട് ഷാൽ ബി ആൻ ഓഫീസർ ഇൻ ദ റാങ്ക് ഓഫ് ഓർ എബോവ് ദ റാങ്ക് ഓഫ് മുനിസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്. അതാണ് നമ്മൾ 13ാമത്തതും വളരെ പ്രധാനപ്പെട്ടതും ഉറപ്പായി ചോദിക്കുമെന്ന് ഞാൻ പറയുന്നതുമായ ഒരു ചോദ്യം. ആർബിട്രേഷൻ കോർട്ടിന്റെ പ്രിസൈഡിംഗ് ഓഫീസറുടെ റാങ്ക് എന്ത്? പ്രധാനമല്ലേ? ആരെയാണ് വയ്ക്കാൻ കഴിയുക ആർബിട്രേഷൻ കോർട്ടില്? മുനിസിഫ് മജിസ്ട്രേറ്റിന് തത്തുല്യമായ റാങ്കിലുള്ളതോ അതിന് മുകളിൽ റാങ്കുള്ളതോ ആയ ജുഡീഷ്യൽ സർവീസിലുള്ള ഒരാളിനെയാണ് നമ്മൾ ആർബിട്രേഷൻ കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് വയ്ക്കുക. അപ്പോൾ 13th ക്വസ്റ്റ്യൻ എന്താ? ദ റാങ്ക് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് an arbitration court shall be dash. എന്താണ്? ഇൻ ദ റാങ്ക് ഓഫ് ഓർ എബോവ് ദ റാങ്ക് ഓഫ് മുനിസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്. മനസ്സിലായല്ലോ 13th? അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നമ്പർ 14. ഇനി 14ാമത്തെ ചോദ്യം ഒരു സെക്ഷനാണ്, എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ കരുതുന്ന ഒരു സെക്ഷൻ, ലിക്വിഡേറ്റർ. ഓക്കെ, ലിക്വിഡേറ്ററുടെ പവേഴ്സ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ നമ്മുടെ KCSA ആക്ടിൽ ഏതാണ്? ദ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ഈസ് എക്സ്പ്ലൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ്. എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ലിക്വിഡേറ്ററുടെ അധികാരങ്ങൾ പറയുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 73. ചോദ്യവും ഉത്തരവും ഇവിടെ തന്നെയുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ കേട്ടിരുന്നാൽ മതി, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ലിക്വിഡേറ്ററുടെ പവേഴ്സ് പറയുന്നത് സെക്ഷൻ 73ലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ഈസ് എക്സ്പ്ലൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് KCS Act of 1969. Section 73. Okay, then to today's last but not least question. Very important question. അവസാനത്തേതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്.
ഈ സെഷന്റെ അവസാനത്ത്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 15. അതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻ 73മായി ബന്ധപ്പെട്ടതാണ്. പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ഒരു സംഘത്തിന്റെ ലിക്വിഡേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്നത്തേക്ക് പൂർത്തിയാക്കാം? ലിക്വിഡേഷൻ നടപടിയിലാണെന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം ഇങ്ങനെ പോകും. പണ്ടുണ്ടായിരുന്നു, ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പാലിക്കാറില്ല. ലിക്വിഡേഷൻ നടപടികൾ അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഒരു സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നിയമത്തിൽ അത് കുറച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ട്. ഒരു സംഘം ലിക്വിഡേഷൻ നടപടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഉത്തരവായി കഴിഞ്ഞാൽ, അതിനുശേഷം 2 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ നടപടികൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പുതിയ അമെന്റ്മെന്റിൽ പറയുന്നത്, സെക്ഷൻ 73 പ്രകാരം. അപ്പോ ലിക്വിഡേറ്റർ shall complete the entire procedure of liquidation within a period of dash. That is my last question. Answer ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 വർഷം. Liquidation process shall be completed within a period of dash years, 2 years. Okay, അതാണ് നമ്മുടെ അവസാനത്തേതും 15ാമത്തേതുമായ പ്രധാനപ്പെട്ട ചോദ്യം. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ടൈം ലിമിറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സെഷൻ ആക്ട് ആൻഡ് റൂൾസിന്റെ അമെന്റ്മെന്റ് ഉൾപ്പെടെയുള്ള സെഷൻസിൽ വരുന്ന 15 പ്രധാന ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 വട്ടം കാണൂ, മനസ്സിലേക്ക് കയറ്റൂ. ഇതിൽ നിന്ന് ചോദിക്കുന്ന 2 ചോദ്യത്തിന് 2 മാർക്ക് കരസ്ഥമാക്കൂ. ഓക്കെ സുഹൃത്തുക്കളെ, then to നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡ് സെഷൻ, ബാങ്കിങ്, അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, then to ബാങ്കിങ് സെഷൻ. ഇന്നത്തെ 2ാമത് സെഷൻ സുപ്രധാനമായ ബാങ്കിങ് മേഖലയിലെ 20 മാർക്കിന്റെ സെഷനിലേക്ക് എല്ലാ മാന്യ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ബാങ്കിങ് സെഷനിലേക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1ാമത്തെ ചോദ്യത്തിലേക്ക് സമയം കളയാൻ തീരെയില്ല, അതുകൊണ്ട് സ്ട്രേറ്റ് അവേ ടു ക്വസ്റ്റ്യൻ നമ്പർ 1. CSEB, PSC ഉൾപ്പെടെയുള്ള പല എക്സാമിനേഷൻസിന് പല ആവർത്തി ചോദിച്ച ചോദ്യങ്ങളാണ് ബാങ്കിങ് സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രാധാന്യം അതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി നമുക്ക് നേരെ തന്നെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ആദ്യം ചോദ്യം നമ്പർ 1. നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പാസ്ഡ് ഇൻ വിച്ച് ഡേറ്റ്? അതാണ് ചോദ്യം. ഇയർ നമുക്ക് ഏവർക്കും അറിയാം, 1881. അപ്പോ എന്റെ ചോദ്യം അതല്ല, അതിന്റെ എക്സാക്ട് ഡേറ്റ് ഏതാണ്, തീയതി ഏതാണ്? അപ്പോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ആൻഡ് ഡേറ്റ് ഡാഷ്. ഏതാ ആൻസർ? 1881 ഡിസംബർ 9. അതാണ് നമ്മുടെ ഉത്തരം. 1881 ഡിസംബർ 9th. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പാസ്ഡ് ഇൻ ദ ഡേറ്റ് 1881 ഡിസംബർ 9th. ഓക്കെ, then to a very important question number 2. നമുക്കറിയാം UPI, ബാങ്കിങ് സെക്ടറിൽ പല ആവർത്തി പത്രത്തിലൂടെയും കേൾക്കുന്ന ഒരു സംഗതിയാണ് UPI. എന്താണ് UPIയുടെ ഫുൾ ഫോം? The full form of UPI. UPI stands for dash. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് UPI? ഇവിടെ പല ഓപ്ഷൻസ് തന്നിരിക്കും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് വെച്ച് നിങ്ങളുടെ മനസ്സിനെ തെറ്റായ മേഖലയിലേക്ക് നയിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല, ശരി ഉത്തരം മാത്രം പഠിച്ചാൽ മതി, അത് മാത്രം മനസ്സിലേക്ക് വന്നാൽ മതി. അതുകൊണ്ട് UPI stands for Unified Payment Interface. ഓക്കെ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, UPI. അതാണ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്, അതിന്റെ പ്രാധാന്യം കളയണ്ട, മനസ്സിൽ ഇപ്പൊ തന്നെ വയ്ക്കൂ. UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. Then to question number 3. കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ 3ാമത്തെ ചോദ്യം അത് സംബന്ധിച്ചാണ്. കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്സ് റെക്കമെൻഡഡ് ബൈ ഹൂ? അതാണ് എന്റെ 3ാമത്തെ ചോദ്യം ഡാഷ്. എന്താണ് ഉത്തരം? കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ആരുടെ ശുപാർശ പ്രകാരമാണ് വന്നിട്ടുള്ളത്? അതാണ് നമ്മുടെ 3ാമത്തെ പ്രധാനപ്പെട്ട പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യം. ഉത്തരം ലളിതം, RG സരിയ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. RG സരിയ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് റൂറൽ ബാങ്കുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം, അതാണ് നമ്മുടെ 3ാമത്തെ ഉത്തരം. ഇനി സ്ട്രേറ്റ് അവേ ടു ക്വസ്റ്റ്യൻ നമ്പർ 4, 4ാമത് ചോദ്യത്തിലേക്ക്. 4ാമത് ചോദ്യം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഏത് ടൈപ്പ് ബാങ്കിങ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യപ്പെടുന്ന ബാങ്കാണ്. നമുക്കറിയാം ബൈലാറ്ററലുണ്ട്, മൾട്ടിലാറ്ററലുണ്ട്, അതുപോലെ തന്നെ യൂണിറ്ററി ടൈപ്പ് ബാങ്കുകളുണ്ട്. ഇതിൽ ലെവൽ ഓഫ് ബാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ടൈപ്പ് ഏതാണ്? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ. അർബൻ കോഓപ്പറേറ്റീവ്
ബാങ്ക്സ് ആർ കമ്മിങ് അണ്ടർ വിച്ച് കാറ്റഗറി? യൂണിറ്ററി ടൈപ്പിൽ വരുന്ന ഒരു കാറ്റഗറൈസേഷൻ ആണ് അർബൻ ബാങ്കുകൾക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ കാറ്റഗറൈസേഷൻ സിംഗുലാർ ആണ്, ഒന്ന് മാത്രം, ഒരൊറ്റ തട്ട് മാത്രം. അങ്ങനെ വരുന്നത് കൊണ്ടാണ് അതിനെ യൂണിറ്ററി ടൈപ്പ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ നമുക്ക് സമയമില്ല, അത് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാലും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ ഇൻ ദ ഫോം ഓഫ് യൂണിറ്ററി ടൈപ്പ്. ഓക്കെ, ദെൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. കേരളത്തിന്റെ ഒരു ഗ്രാമീണ ബാങ്കുകൾ, കേരള ഗ്രാമീണ ബാങ്ക് എന്നാണ് എക്സിസ്റ്റ് ചെയ്തത്, കേരളത്തിൽ വന്നത്, ഫോം ചെയ്തത് എന്ന്? അതാണ് നമ്മുടെ 5ാമത് ചോദ്യം. കേരള ഗ്രാമീൺ ബാങ്ക് എക്സിസ്റ്റഡ് അല്ലെങ്കിൽ ഫോർമുലേറ്റഡ് ഇൻ വിച്ച് ഡേറ്റ്? ആ തീയതിയാണ് എനിക്ക് ആവശ്യം. അതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. കേരള ഗ്രാമീൺ ബാങ്ക് ഏത് ഡേറ്റിൽ? ഏത് ഡേറ്റാ? 2013 വർഷം, ജൂലൈ ആണ് മാസം, 8ാമതാണ് തീയതി. അപ്പൊ എങ്ങനെ പറയാം? 8/7/2013, 2013 ജൂലൈ 8. അതാണ് ഡേറ്റ്. നിങ്ങൾക്കിവിടെ കാണാം, കേരള ബാങ്ക് 2013 ജൂലൈ 8. ഓക്കെ, അത് ചോദിച്ചിട്ടുള്ള ചോദ്യം. ദെൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. ഇത് ATM സംബന്ധിച്ചൊരു ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം. ഫസ്റ്റ് ATM ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ്? ATM introduced in which bank? The first bank in which ATM has been introduced. ഏതാണ് ബാങ്ക്? യൂണിയൻ ബാങ്ക്. യൂണിയൻ ബാങ്കിലാണ് ആദ്യത്തെ ATM ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ATM യൂണിയൻ ബാങ്ക്, മറക്കണ്ട. ദാറ്റ് ഈസ് അവർ 6th ക്വസ്റ്റ്യൻ. ദെൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 7. സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്? ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ പ്രൈവറ്റ് സെക്ടർ. അതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. നമുക്ക് ഏവർക്കും അറിയാം, ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഒരു ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SIB. SBI അല്ല, SIB. അപ്പോൾ സ്വകാര്യ മേഖലയിലാണ്, ഷെഡ്യൂൾഡ് ബാങ്ക് ആണ്, ആദ്യത്തേതാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. മനസ്സിലാക്കി വെക്കുക, പ്രൈവറ്റ് മേഖലയിലുള്ള ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ഏത്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അതാണ് നമ്മുടെ 7ാമത് ചോദ്യം. പ്രാധാന്യം ഒട്ടും കുറയ്ക്കണ്ട. ദെൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. 8ാമത് ചോദ്യം നമ്മൾ ഏവരും കേട്ടിട്ടുണ്ട്, ഫെറ. എന്താണ് ഫെറ? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. അതാണ് ഫെറ. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നാണ് പാസ്സാക്കിയത്? പാസ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? അതാണ് നമുക്കറിയാം. നമുക്ക് ഇൻഡിപെൻഡൻസ് ഇയർ തന്നെ ഓർത്താൽ മതി, 1947. ഫെറ 1947. അതാണ് നമ്മുടെ 8ാമത് ചോദ്യം. ഫെറ കെയിം ഇൻടു ഫോഴ്സ് ഓൺ 1947. വെരി ഇമ്പോർട്ടന്റ് ആണ്. പല ഒരു എന്നെ കൊണ്ട് കൂടുതൽ സമയം പറയിപ്പിക്കേണ്ട, പല ഒരു ചോദിച്ചത് ക്വസ്റ്റ്യൻസ് തന്നെയാണെന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ 8ാമത് ചോദ്യം. ഫെറ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേറൊന്ന് പറയുന്നത്. ഫെമ എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലൈഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കിയാൽ മതി, ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും കൊടുക്കണ്ട. ഫെറ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫെമ എന്നാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അത് എന്നാണ് വന്നത്? അത് റീസെന്റ് ആണ്, 2000 വന്നിരിക്കുന്നത്. അതുകൂടി ഈ തരുണത്തിൽ മനസ്സിലേക്ക് വെക്കുക. ഫെറ 1947, ഫെമ 2000. ഓക്കെ, ഈ 2 ഇയറുകൾ മനസ്സിലേക്ക് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. 9ാമത് ചോദ്യം ഒരു കമ്മിറ്റിയാണ്, നരസിംഹം കമ്മിറ്റി. ബാങ്കിംഗ് മേഖല നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. അത് ബാങ്കിംഗ് റിഫോംസുമായി ബന്ധപ്പെട്ട ഒരു അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി എന്നാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? അതാണ് ചോദ്യം. നരസിംഹം കമ്മിറ്റി അപ്പോയിന്റഡ് ഇൻ ദ ഇയർ 1991. ഇതൊക്കെ എത്രയോ തവണ ചോദിച്ചതാണ്, വീണ്ടും പറയിക്കണ്ട, എത്രയോ തവണ ചോദിച്ച 1991. നരസിംഹം കമ്മിറ്റി അപ്പോയിന്റഡ് ഇൻ ദ ഇയർ 1991. ഇതാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ഇനി 10ാമത് ചോദ്യം. 10ാമത് ചോദ്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരിക്കൽ ചോദിച്ചു കണ്ടു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കനോട്ട് ബി ഡാഷ്. അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. കനോട്ട് ബി അക്സെപ്റ്റഡ്, കനോട്ട് ബി എൻഡോസ്ഡ്, അങ്ങനെ. ഞാനതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കനോട്ട് ബി, അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ക്രോസ്ഡ്. ഞാൻ എല്ലാത്തിൻ്റെ ഓപ്ഷൻ പറയുന്നതല്ല, ഇവിടെ നിങ്ങൾക്ക് അത് സംഗതി പിടികിട്ടാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കനോട്ട് ബി ക്രോസ്ഡ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ നമുക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നതല്ല. ക്രോസ് ചെയ്യാൻ കഴിയുന്നത് എന്താ? ചെക്ക്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യാൻ കഴിയില്ല? ക്രോസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആൻസർ ഇതാണ്, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കനോട്ട് ബി ഡാഷ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കനോട്ട് ബി ക്രോസ്ഡ്. ഓക്കെ, ക്രോസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പല ആവർത്തി ചോദിക്കപ്പെട്ട മറ്റൊരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 10. ദെൻ സ്ട്രേറ്റ് അവേ ടു ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം ബാങ്കിങ്ങിലെ നമുക്കറിയാം, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഒരു വാക്ക്, ഒരു ബാങ്കിങ് ടീമാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്.
കേട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ പോകുന്നില്ല. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഏത് സെക്ഷനിലാണ് BR ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, പ്രതിപാദിച്ചിട്ടുള്ളത്? അതാണ് വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ദ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അതാണ് നമ്മളുടെ 11ാമത്തെ ചോദ്യം. ഒന്നുമില്ല, സെക്ഷൻ 9, 9ാമത് സെക്ഷനിലാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനെ കുറിച്ചുള്ള പ്രതിപാദ്യം ഉള്ളത്. അത് നോക്കി വെക്കുക. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, സെക്ഷൻ നമ്പർ 9 ഇൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓക്കെ, ദെൻ ടു 12th ക്വസ്റ്റ്യൻ. 12ാമത്തെ ചോദ്യം ഒന്നുമില്ല, നമുക്കറിയാം നോട്ടിൽ ഒപ്പിടുന്ന ഒരു സംഗതി, അതൊക്കെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഈ 1 rupee നോട്ട് ഇപ്പൊ ഉണ്ടോ? അത് ഞാൻ കാണാറില്ല. എന്തായാലും 1 rupee നോട്ടിൽ ഒപ്പിടുന്നത് സിഗ്നറ്ററി ഓഫ് 1 rupee നോട്ട് ഇൻ ഇന്ത്യ അതാരാണ്? സാധാരണ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പാണ് നമ്മൾ നോട്ടുകൾ കാണുന്നത്. പക്ഷെ 1 rupee നോട്ടിൽ അതല്ല. ഇപ്പോൾ അത് മ്യൂസിയത്തിൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വല്ലപ്പോഴും എടുത്ത് നോക്കാൻ. അപ്പൊ അതിൽ ഒപ്പിടുന്നത് ആരാണ്? അതാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ് സെക്രട്ടറിയാണ് അതിനകത്ത് ഒപ്പിടുക. അത് നോക്കി വെക്കുക. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ഫിനാൻസ് സെക്രട്ടറി, അല്ലെങ്കിൽ മന്ത്രാലയം, സാമ്പത്തിക മന്ത്രാലയത്തിന്റെ ഡയറക്റ്റ് ഇഷ്യൂവൻസിൽ വരുന്നതാണ് 1 rupee നോട്ട്. അത് മാത്രം, ബാക്കിയെല്ലാം റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇത് ഫിനാൻസ് സെക്രട്ടറി, അതാണ് ആൻസർ. അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ് സെക്രട്ടറി, ഇത് ഏത് വേണോ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. അതാണ് നമ്മളുടെ 12ാമത് ചോദ്യം. ദെൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമാണ്. ദ അപ്പെക്സ് ബാങ്ക് ഓഫ് ഇൻഡസ്ട്രിയൽ ബാങ്ക് ഇൻ ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ബാങ്കുകളുടെ അപ്പെക്സ് സ്ഥാപനം ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്? അതാണ് ചോദ്യം. 14ാമത് ഞാൻ പറയുന്ന ചോദ്യം CSEB PSC എക്സാമിനേഷന് ചോദിച്ച ചോദ്യം. ഇൻഡസ്ട്രിയൽ ബാങ്കുകളുടെ, കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അപ്പെക്സ് സ്ഥാപനം ഏത്? IDBI എന്ന് കേട്ടിട്ടില്ലേ? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI. അതാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ സംബന്ധിച്ച്. മനസ്സിലായല്ലോ? വെരി സിമ്പിൾ ആണ്, തെറ്റിക്കണ്ട. അത് 14. അങ്ങനെയാണെങ്കിൽ ദെൻ ടു. ഇനി ഇന്നത്തെ 15th ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യത്തോടു കൂടി ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കും. ചെക്കിന്റെ എൻഡോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചെക്ക് എൻഡോഴ്സ് ചെയ്യപ്പെടുന്ന ചില ഘട്ടങ്ങളിൽ ഒരു പ്രത്യേക പേപ്പർ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യാറുണ്ട്, എൻക്ലോസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെക്ക് എൻഡോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്ന, പേസ്റ്റ് ചെയ്യപ്പെടുന്ന അതിന് പറയുന്ന, ആ പേപ്പറിന് പറയുന്ന പേരെന്താ? ബാങ്കിങ് ടേമാണ്. അതുകൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ പറയുന്നത്. അതിന്റെ പേര് അലോഞ്ച്. അലോഞ്ച് എന്നാണ് എൻ്റെ പേര്. സ്പെല്ലിംഗ് ALLONGE, അലോഞ്ച്. അലോഞ്ചി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അലോഞ്ച് എന്ന് നമ്മൾ പറയും. അപ്പോ എൻഡോഴ്സ്മെന്റിന് വേണ്ടി ചെക്കിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യപ്പെടുന്ന പേപ്പറിന്റെ പേരാണ് അലോഞ്ച്. ഇത് വളരെ പ്രധാനമാണ്. ഇത് ബാങ്കിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ടേമുമാണ്. അപ്പോൾ ഈ 15 ചോദ്യത്തോടു കൂടി ഇന്നത്തെ ബാങ്കിങ്ങിന്റെ സുപ്രധാനമായ ഒരു സെഷൻ നമ്മളിവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. വീണ്ടും വിലപിടിപ്പുള്ള തിളയ്ക്കുന്ന ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. മാർക്കുകൾ നമ്മളെ തേടിയിരിക്കുന്നു. നഷ്ടപ്പെടുത്താൻ സമയം തീരെയില്ല. ഹറിയപ്പ്. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വളരെ സുപ്രധാനമായ മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.